കളരി ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ട് വരുന്നവരെല്ലാം തന്നെ ഒന്നല്ലെങ്കിൽ സ്പോർട്സ് ഇഞ്ചുറി, അല്ലെങ്കിൽ ഓർത്തോപീഡിക് ഇഞ്ചുറി, അല്ലെങ്കിൽ ഓർത്തോപീഡിക് ഡിസീസസ്, ഇപ്പോൾ ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഫ്രോസൺ ഷോൾഡർ, ഇങ്ങനെയുള്ള ചില അവസ്ഥകളിൽ ഈ കളരി ചികിത്സ വളരെ പ്രയോജനകരമായി വരുന്ന ഒരു സംഗതിയാണ്. ശസ്ത്രക്രിയ വിധിക്കുന്ന സിറ്റുവേഷൻസിൽ ഈ കളരി ചികിത്സ കൊണ്ട് തന്നെ വളരെയധികം സുഖം പ്രാപിപ്പിക്കുന്ന ഒരു അനുഭവം നമുക്ക് വളരെ കാലമായിട്ടുണ്ട്. തോളലിൻ്റെ സ്ഥാനഭ്രംശമായാലും ഡിസ്കുകളുടെ സ്ഥാനം തെറ്റലാണെങ്കിലും മുട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, തേയ്മാനം എന്ന് സ്വതേ വ്യവഹരിച്ചു വരുന്ന അവസ്ഥകൾക്കൊക്കെ തന്നെ കളരി ചികിത്സയിൽ ഉപയോഗപ്പെടുത്തുന്ന സമ്പ്രദായങ്ങൾ, അത് കെട്ടി ചികിത്സയാവാം, ഇന്റേണൽ മെഡിസിൻസ് ആവാം, ഉഴിച്ചിലുകളാവാം, ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ശമനം കിട്ടി വരുന്നതാണ്. ആ കിട്ടുന്ന ശമനം വളരെ പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കുന്നതുമാണ്. അത് കുറച്ചു കാലത്തേക്കല്ല, അത് സ്റ്റെബിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും, ദൂരദേശങ്ങളിൽ നിന്നും സമീപദേശങ്ങളിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് ധാരാളം പേഷ്യൻസ് വരികയും ചികിത്സ വളരെ ഫലപ്രദമായി തീരുകയും ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള ചില ന്യൂറോപ്പതിക് കണ്ടീഷൻസ് ആണ് ടെന്നീസ് എൽബോ, കാർപ്പൽ ടണൽ സിൻഡ്രോം. ഇതിലൊക്കെ തന്നെ ഒന്നല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ തന്നെ ഓപ്പറേറ്റീവ് സജഷൻസ് ആണ് അലോപ്പതിക് ശാസ്ത്രം ചെയ്യുന്നത്. ഇതിലൊക്കെ തന്നെ നമുക്ക് കളരിയുടെ സമ്പ്രദായത്തിൽ അത് ചികിത്സിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും തന്നെ എന്ന് മാറി കിട്ടാൻ സാധ്യതയുള്ള ചില ചികിത്സാ രീതികളാണ്.